പീരീഡ് സമയത്ത് ഭഗവാനെ അല്ലെങ്കിൽ ആ ദൈവത്തെ ഒന്നും മനസ്സിൽ പോലും ഓർക്കാൻ ഭയപ്പെടുത്തുന്ന, അങ്ങനെ ഓർക്കാൻ പാടില്ല, അത്രയ്ക്ക് ഭയപ്പെടുത്തിയ നമ്മളെയൊക്കെ കുഞ്ഞിലേ തൊട്ടിങ്ങനെ ഭയങ്കര അശുദ്ധിയാണ്, അങ്ങനെ ഭഗവാനെ ഓർക്കാൻ പോലും പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് ഭയപ്പെടുത്തി വെച്ചേക്കുക. ഞാൻ ഈ എന്താ പറയുക, ഇങ്ങനെ ഭഗവാന്റെ നാമത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരിൽ ഇങ്ങനെ കുറേ ഭയപ്പെടുത്തുകളും ഒക്കെ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും അവർക്ക് സാമ്പത്തികമായ എന്തെങ്കിലും കാര്യലാഭം കാണും എന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നുവെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ദൈവത്തിനോട് എന്താ പറയുക, ഈ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്നവർ അവർ ചെയ്യുന്ന തെറ്റാണെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ തിരിച്ച് പറയത്തില്ല. നമുക്ക് ഭയമാണ്, ഇനി അവരോട് പറഞ്ഞാൽ വല്ല ദൈവകോപവും ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം കാരണം നമ്മൾ അങ്ങനെയുള്ളവരോടൊന്നും അവർ തെറ്റാണെങ്കിൽ പോലും നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ഭയങ്കരമായിട്ട് ഭയപ്പെടും. ഞാൻ 2 വട്ടം കാശി പോയിട്ടുണ്ട്. അപ്പം ആദ്യത്തെ വട്ടം കാശി പോയ സമയത്ത് എനിക്ക് ഈ എന്താ പറയുക, കൗണ്ടറിൽ ഈ ഹസ്ബൻഡ് ഇങ്ങനെ പൂർവികർക്ക് വേണ്ടിയുള്ള എന്തോ ഒരു പൂജ എന്തോ എഴുതിച്ചു. അപ്പം നല്ലൊരു എമൗണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, ഇനിയും ഇവിടെ ഇത്രയും എമൗണ്ട് ആയതുകൊണ്ട് നിങ്ങൾ പൂജ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒന്നും കൊടുക്കണ്ട, അതായത് ആ പൂജ ചെയ്യുന്ന ബ്രാഹ്മണർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്, അത് ഇവർ കൊടുത്തോളും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഹസ്ബൻഡ് എന്നാലും ഒരു 500 രൂപ എടുത്ത് പോക്കറ്റ് വെച്ചിട്ട് പറഞ്ഞു, ഇത് അവർ കഴിയുമ്പം ആ ബ്രാഹ്മണന് ആ പൂജ ചെയ്യുന്ന ആൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഞാൻ ഹിന്ദി ഫിലിം കാണുന്നതും ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഇട്ടിട്ടാണ്. പിന്നെ എന്തെങ്കിലും പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടാലും അതിൻ്റെ അർത്ഥം നമ്മൾ ഇംഗ്ലീഷിലൊക്കെ നോക്കിയാൽ, അപ്പം എനിക്ക് ഹിന്ദി പറയാനും കേട്ടാലും ഒന്നും മനസ്സിലാവത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടെ പൂജ ചെയ്യുന്നിടത്തോട്ട് പോയി ചെന്നപ്പം നമ്മൾ കാണുന്നത് വെച്ചാൽ ഇങ്ങനെ രസീത് എഴുതിയവരെല്ലാം ക്യൂ ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഓരോരുത്തരെ പേര് വിളിക്കും. 4 ബ്രാഹ്മണരാണുള്ളത്. അതിൽ 2 പേര് ഈ ആളെ വിളിച്ചിട്ട് ഇരുത്തി പൂജ ചെയ്യിക്കും. പൂജ ചെയ്ത് കഴിയുമ്പം ഈ ഇരുന്ന് പൂജ ചെയ്യുന്നവരും ഈ 2 ബ്രാഹ്മണരും കൂടെ പുറത്തോട്ട് പോകുന്നുണ്ട്. ആ സമയം കൊണ്ട് മറ്റേ 2 ബ്രാഹ്മണർ വന്നിരുന്ന് അടുത്ത ആളെ വിളിച്ച് പൂജ ചെയ്യും. അപ്പോഴത്തേക്ക് മറ്റേ പുറത്ത് പോയ 2 ബ്രാഹ്മണർ തിരിച്ച് വീണ്ടും വരും. അങ്ങനെയാണ് അവർ ടേൺ അനുസരിച്ച് 2 പേര് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഈ പുറത്ത് കൊണ്ടുപോകുന്നത് എന്തെങ്കിലും ഈ ചെയ്തതിൻ്റെ ബാക്കി പോയി പുറത്ത് എന്തെങ്കിലും കർമ്മം ചെയ്യാൻ എന്തെങ്കിലും പൂജ ചെയ്യാനുണ്ടായിരിക്കും, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു സമയം വന്നു, നമ്മളും പൂജ ചെയ്തു. പൂജ എല്ലാം കഴിഞ്ഞപ്പോൾ ഈ ബ്രാഹ്മണർ ആ ബാക്കിയുള്ളവരെ ചെയ്ത പോലെ തന്നെ നമ്മളടുത്ത് പറഞ്ഞ് പുറത്തോട്ട് വരാൻ വന്നു. പുറത്തോട്ട് കൊണ്ടുപോയിട്ട് ആളൊഴിഞ്ഞെടുത്തോട്ട് മാറ്റി നിർത്തുവാണ്. മാറ്റി നിർത്തിയിട്ട് പറയുന്നത്, ഞങ്ങൾ ഇത്രയും പൂജ ചെയ്തു, അപ്പം ഞങ്ങൾക്ക് ഒരാൾക്ക് വെച്ച് 2500 രൂപ ദക്ഷിണ തരണം. അപ്പം 2 പേർക്കാകുമ്പോൾ 5000 രൂപ തരണം. അപ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് ഞെട്ടിയിട്ട് പറയാം, അയ്യോ ഞാൻ അത്രയും പൈസ എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ഈ ബ്രാഹ്മണർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബാർഗെയിനിങ് ചെയ്യുക. പക്ഷേ നമുക്കത് മനസ്സിലാവുന്നില്ല, കലബല ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഹിന്ദിയിൽ. ഹസ്ബൻഡ് തിരിച്ച് ഹിന്ദിയിൽ പറയുന്നുമുണ്ട്, അയ്യോ എൻ്റെ കയ്യിൽ അത്രയും പൈസ ഞാൻ എടുത്തില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, എന്താ ഇവർ പറയുന്നത്, എന്തുവാ ചോദിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അവർ പറയുന്നത് ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊടുക്കണം, അല്ലെങ്കിൽ ദോഷം കിട്ടും, നമ്മൾ ഇത്രയും ചെയ്ത പൂജ ശരിക്കും ഫലവത്താവത്തുമില്ല, കൂടാതെ ശാപവും കൂടെ വാങ്ങിച്ച് കൂട്ടും എന്ന് അവർ പറഞ്ഞു. എന്നിട്ട് ഹസ്ബൻഡ് വെപ്രാളം പിടിച്ച് ഈ പോക്കറ്റിൽ തപ്പുക, പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എന്നുവെച്ചാൽ നല്ലൊരു എമൗണ്ട് നമ്മൾ കൗണ്ടറിൽ കൊടുത്തുകൊണ്ട് പിന്നെ ആളുടെ കയ്യിൽ പൈസ കുറവാണ്. അപ്പോൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. ഇവരെന്ന് വെച്ചാൽ ഒരു ബ്രാഹ്മണർ ഒക്കെ ഇങ്ങനെയാണോ എനിക്കറിയത്തില്ല, ഇവരിങ്ങനെ അലച്ചോണ്ടേയിരിക്കുക. ഇതേ കാര്യമാണ്, ബ്രാഹ്മണദോഷം കിട്ടും, ദക്ഷിണ കൊടുത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അലച്ചോണ്ടേയിരിക്കുക, ഇങ്ങനെ അലച്ചോണ്ടിരിക്കുക. പക്ഷേ പെട്ടെന്ന് ഹസ്ബൻഡ് ഇത് വെപ്രാളമായി, ആൾക്ക് ടെൻഷനായിപ്പോയി. ഇങ്ങനെ നമുക്ക് ശാപം കിട്ടും, മോക്ഷം കിട്ടത്തില്ല, എന്തൊക്കെയോ ദോഷം, ബ്രാഹ്മണ ദോഷം കിട്ടും, എന്തൊക്കെയോ ഇവരിങ്ങനെ പറയുന്നത് കേട്ടിട്ട് ആൾക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ആൾ വെപ്രാളപ്പെട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ആൾ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദിയിൽ എൻ്റെ ഉള്ളിൽ, ഞാൻ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ എനിക്ക് അതിൻ്റെ അർത്ഥം കിട്ടുന്നുണ്ട്. പറയുന്നത് എന്താ വെച്ചാൽ, ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊടുക്കുന്ന മഹത്വമാണ്, നല്ല ഉത്തമമായിട്ടുള്ള കാര്യമാണ് ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊടുക്കുന്നത്. പക്ഷെ അതൊരിക്കലും ചോദിച്ചു വാങ്ങിക്കരുത്.
അറിഞ്ഞു തരുന്നതായിരിക്കണം ദക്ഷിണ. ഇത്രയാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഞാനത് അത്രയും ഹിന്ദി പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും എനിക്കറിയത്തില്ല അതെങ്ങനെയാണ് ഹിന്ദി പറയുന്നതെന്ന്. അന്ന് ആ നിമിഷത്തിൽ അതെങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാനത് പറഞ്ഞു കഴിയുകയും ഇവരിങ്ങനെ കാക്ക ചിലയ്ക്കുന്ന പോലെ ചിലയ്ക്കുന്നവർ പെട്ടെന്ന് നിശബ്ദമായി. പിന്നെ അവരൊരക്ഷരം മിണ്ടുന്നില്ല. അതിൽ ഒരാളിങ്ങനെ വായം തുറന്ന് നിൽപ്പുണ്ട്, ഒരാളിങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. ഭയങ്കര സൈലൻസാണ്. അത് സമയം എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ അന്നേരം വെപ്രാളം പിടിച്ച്. അങ്ങനെ ആൾ തപ്പി പിടിച്ച് ഒരാൾക്ക് 500 രൂപ വെച്ച് 1000 രൂപ കൊടുത്തു വിട്ടു. പക്ഷേ അതെനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. ഞാൻ എങ്ങനെയാണ് അന്ന് എനിക്ക് ഹിന്ദി അറിയാത്ത ഞാനത് ആ ഹിന്ദിയിലത് പറയുകയും അത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആ അർത്ഥം വരുന്നുണ്ട്. ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊടുക്കുന്നത് ഉത്തമമാണ്, പക്ഷേ അത് ചോദിച്ച് വാങ്ങരുത്, അറിഞ്ഞു തരുന്നതായിരിക്കണം ദക്ഷിണ എന്ന്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഇപ്പോഴും എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഇപ്പോഴും എനിക്കത് എങ്ങനെ അത് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതൊരു ഇൻസിഡൻറ്റ്. അപ്പം കണ്ടില്ലേ, നമ്മൾ പൂജ ചെയ്തിട്ട് നമ്മൾ അറിഞ്ഞു കൊടുക്കുന്നതാണ് ദക്ഷിണ, അല്ലാതെ അവർ ചോദിച്ച് വാങ്ങുന്നതല്ല ദക്ഷിണ. അപ്പോൾ ഇതുപോലെ കുറേ നമ്മൾ സാധാരണക്കാർക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ നമ്മളെ ചൂഷണം ചെയ്യുവാണ് ആളുകൾ ഓരോന്നും പറഞ്ഞ്. അതുപോലെ വേറൊരു കാര്യം, നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട്, അവരുടെ ഹൗസ് വാമിങ് നാട്ടിൽ കഴിഞ്ഞപ്പം 1 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നു, ലക്ഷ്മി, ഹൗസ് വാമിങ്ങിന് വന്നവരിൽ കുറേ പേര് ഗിഫ്റ്റ് തന്നു. കുറയാതൊരു 10 ഭഗവാന്റെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസും വിഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് ഒരു 10 എണ്ണം കുറയാതെ കാണും. പക്ഷേ ഈ 10 എണ്ണവും ഇവിടെ വെക്കാൻ പാടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ ഒരു ചോദ്യം? അപ്പോൾ അവർ പറഞ്ഞു, അത് അടുത്തുള്ളവരും ഏതൊക്കെയോ ജ്യോത്സ്യന്മാരും ഒക്കെ പറഞ്ഞെന്ന് ഭഗവാന്റെ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു ഫോട്ടോയെ വെക്കാൻ പാടുള്ളൂ ഒരു വീട്ടിൽ, അല്ലെങ്കിൽ ഐശ്വര്യക്കേടാണ്. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ ഐശ്വര്യക്കേടാവും? ഞാൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം ഭഗവാനെ വെക്ക്, നമ്മൾ പോകുന്നിടത്തും ഇരിക്കുന്നിടത്തും എല്ലാം ഭഗവാനെ കാണണ്ട, ഇതിലും വലിയ ഐശ്വര്യം എന്തോ കണ്ണിന് കിട്ടാനുള്ള എന്ന് പറഞ്ഞ് ആ കുട്ടി ഓക്കെ ശരിയെന്ന് പറഞ്ഞു വെച്ചു. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ അത് ഐശ്വര്യക്കേടാവും? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണ് തൊട്ട് കാണുന്ന സകലതും ഭഗവാനാണ്. നമ്മുടെ വീട്ടിലൊരു 10 പാത്രം ഉണ്ടെങ്കിൽ 10 പാത്രം ലിവിങ്ങും നോൺ ലിവിങ്ങും ഭഗവാനാണ്. അപ്പോൾ 10 പാത്രം ഉണ്ടെങ്കിൽ 10 പാത്രത്തിലും ഭഗവാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പാത്രമേ വെക്കാൻ പാടുള്ളൂ. അങ്ങനെ ഓരോ കാര്യവും കാണുന്ന സകലത്തിൽ ഈ സ്പേസിലും നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നതിലും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതിലും എല്ലാം ഭഗവാനാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ഭഗവാന്റെ ഒരു പ്രസൻസേ മതിയെങ്കിൽ ബാക്കി എല്ലാത്തിനെയും ഡിലീറ്റ് ചെയ്ത് കളയണം അല്ലേ? നമുക്ക് വേറെ ഒന്നും പാടില്ല. എല്ലാത്തിൻ്റെയും ഓരോന്ന് മതി, എല്ലാത്തിലും ഭഗവാൻ ഓരോന്ന് മതി, അല്ലെങ്കിൽ ഐശ്വര്യക്കേട്. കണ്ടില്ല, ഇങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ ഒരു ഫോട്ടോയെ കൂടുതൽ വെച്ച ഐശ്വര്യക്കേട്. അതുപോലെ വേറൊരു കാര്യം, ഞാൻ തിരുനേത്രത്തിൽ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ പറഞ്ഞത് എൻ്റെ ഇൻറ്റേൺഷിപ്പിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ കസിൻ എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ വീട്ടിൽ ഇതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം കൊണ്ടുവച്ചു. എന്നിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നു, നല്ല ഐശ്വര്യം ഇല്ലേ ഭഗവാൻ? അപ്പം ഞാൻ പറഞ്ഞു, ഭഗവാന്റെ ഓടക്കോയിലിൽ എന്ത്? അപ്പോൾ പറഞ്ഞു, അത് ഇവിടെ ഉള്ളവർ പറഞ്ഞു ഓടക്കോയിലുള്ള ഭഗവാനെ വെച്ചാൽ വീടിന് നല്ലതല്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഓടക്കോയിൽ, രാധാറാണി, മയിൽപ്പീലി, ഇത് 3ഉം ആണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇത് 3ൻ്റെയും നാമം കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നതും ഭഗവാനെ. അങ്ങനെയുള്ള ഭഗവാന്റെ അടുത്തുനിന്ന് ഓടക്കുഴലിൽ മാറ്റി വെച്ചാൽ എന്ത് നന്മയാണ് നിങ്ങളുടെ വീടിനുണ്ടാവുന്നതെന്ന് ചോദിച്ചു. പക്ഷെ ആ കുട്ടിക്ക് ഞാൻ പറയുന്നതിൽ വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കും അവൾ തിരിച്ചൊന്നും പറയാതെ ഉടനെ തന്നെ വന്ന സമയത്ത് ഓടക്കുഴലിൽ എടുത്ത് കളഞ്ഞുകൊണ്ട് അവർക്ക് അറിയത്തുമില്ല. പിന്നെ പുതിയത് ഓർഡർ ചെയ്ത് ഭഗവാന് വേറൊരു ഓടക്കുഴൽ മേടിച്ചു. ഞാൻ പറയും ഇങ്ങനെയൊക്കെയുള്ള ഓരോ തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ ആരാണ് പ്രചരിപ്പിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് ഭഗവാനോട് അടുക്കാൻ ഭയമാണ്, അല്ലെങ്കിൽ ആ ദേവീയ ശക്തിയോട് അടുക്കാൻ ഭയമാണ്. എന്താ വെച്ചാൽ ഇതിലും ഭേദം നമ്മൾ കുറച്ച് ദുരിതം അനുഭവിച്ചാൽ പോരെ, അങ്ങനെ പോകാമല്ലോ. ചുമ്മാതെ എന്തിനാ ഇങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇല്ലാത്ത വയ്യാവേലി ദോഷം വരുത്തി വെച്ച് വീണ്ടും പ്രശ്നത്തിൻ്റെ പുറത്ത് പ്രശ്നമാക്കുന്നതിന് ആളുകൾ പേടിച്ചിട്ട് ആ സ്ഥലത്തോട്ടേ നോക്കത്തില്ല, ആ ഒരു ദൈവിക ശക്തിയോട്ട് നോക്കത്തേ ഇല്ല. പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് ഈ ഭയപ്പെടുത്തലും ദോഷകാര്യങ്ങൾ വെച്ച് പുതിയ തലമുറയ്ക്കൊക്കെ ദൈവം എന്നുള്ള സംഭവത്തോട് അടുക്കാൻ തന്നെ ഭയമാക്കി കഴിഞ്ഞു. അങ്ങനത്തെ ഒരു അവസ്ഥയായി കഴിഞ്ഞു നമ്മുടെ ഒരു ഇത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, സാധാരണക്കാരായ നമുക്ക് നമ്മുടെ ഉള്ളിലോട്ട് കുറേ ഭയം ഇഞ്ചെക്റ്റ് ചെയ്ത് നമുക്ക് തോന്നുവാണ്
ഭഗവാൻ എവിടെയോ ഇരിക്കുവാന്ന്. ഭഗവാൻ എവിടെയല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മൾ ഒന്ന് മനസ്സറിഞ്ഞ് വിളിച്ചാൽ ഭഗവാനെ അനുഭവിക്കാൻ പറ്റും. ഭഗവാൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും. അതിന് ഏറ്റവും വലിയ ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയുന്നത് എന്നെ തന്നെയാണ്. സയൻസ് പഠിച്ച ഒരാളായിട്ടുള്ള ഞാൻ എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസസ് വെച്ചാണ് ഞാൻ ഇവിടെ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ ഒരിടയ്ക്ക് വന്നൊരു കാര്യമായിരുന്നു, ഭഗവാന്റെ പ്രിൻ്റുള്ള സാരി ഉടുത്ത് കഴിയുമ്പം ഭഗവാനോട് ഡിസ്റെസ്പെക്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞ്. എങ്ങനെ ഡിസ്റെസ്പെക്റ്റ് ആവും? അങ്ങനെയാണ് നമ്മൾ ഭൂമിയിൽ ചവിട്ടി നടക്കുന്നില്ലേ? അതൊരു വലിയൊരു ദോഷമല്ലേ? അതും ചെരുപ്പൊക്കെ ഇട്ട് അവിടെയും ഭഗവാന്റെ പ്രസൻസ് ഇല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഭയപ്പെടുത്തലുകൾ. ഈ ബ്രഹ്മമുരളികയിൽ ഒരു കുട്ടി കമൻ്റ് ഇട്ടു, ചേച്ചി ഭഗവാന്റെ പ്രിയപ്പെട്ടവളാകാൻ അല്ലെങ്കിൽ ഭഗവാന്റെ ശ്രദ്ധ കിട്ടാൻ എന്ത് സ്വഭാവത്തിൽ എന്ത് മാറ്റം വരണ്ടേന്ന്. അപ്പോൾ ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചിട്ട്, ഒന്നും വേണ്ട, ഭഗവാനെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് മതി, ബാക്കി അദ്ദേഹം നോക്കിക്കോളും. നമ്മൾ ഭഗവാനെ ഒന്നിനും വേണ്ടി അല്ലാതെ ഭഗവാനെ സ്നേഹിച്ച് തുടങ്ങിയാൽ ഉറപ്പാണ് ഭഗവാൻ നമ്മളെ മാറ്റിയെടുത്തുകൊണ്ടേയിരിക്കും. ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ മാറ്റിയെടുക്കും. നമുക്ക് അതിന് അങ്ങനെ മാറാനുള്ള മനസ്സ് നമുക്ക് ഉള്ളിൽ നിന്ന് സ്വയമേ തോന്നി തുടങ്ങും. അല്ലാതെ ഇതൊന്നും ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചാലും ഇപ്പം തന്നെ നോൺ വെജ്, എനിക്ക് ഭഗവാന്റെ പ്രിയപ്പെട്ടവളാകണം എന്നും പറഞ്ഞ് ഒരു നിമിഷം കൊണ്ട് മാറുന്നവരുണ്ട്. അത് ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു നിമിഷം കൊണ്ട് നോൺ വെജ് മാറ്റി വെജ് ആക്കുന്നവരുണ്ട്. അവർ ദൃഢനിശ്ചയമുള്ള നല്ല സ്ട്രോങ് മനസ്സുള്ളവരാണ്. പക്ഷെ എന്നെ പോലുള്ള സാധാരണ ഞാനിങ്ങനെയൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരുപാട് മലിനപ്പെട്ട് വന്നവരാണ് ഞങ്ങളൊക്കെ. സാധാരണ ആൾക്കാരായിരിക്കും, എന്നെ പോലെ കുറേ പേര് കാണും. അവർക്കൊക്കെ പെട്ടെന്ന് ഈ ഒരു സ്വഭാവം ഒരുപാട് കഴുകി ഒരു പാത്രത്തിൻ്റെ അഴുക്ക് കളയുന്ന പോലെ ഒരുപാട് സമയമെടുക്കും ഈ നമ്മൾ ശീലിച്ച് വന്ന സ്വഭാവങ്ങളൊക്കെ മാറ്റാൻ. എന്നാലും ഭഗവാനോടുള്ള ഇഷ്ടം കാരണം നമുക്ക് ആ മനസ്സ് വരികയും നമ്മൾ പതുക്കെ മാറ്റും. നമ്മൾ മാറ്റുന്നതല്ല, ഭഗവാൻ നമ്മളെ മാറ്റിയെടുക്കുന്നതാണ്. അപ്പം ഈ നോൺ വെജിൻ്റെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ കഴിവുള്ളവർ ഭയങ്കര ഭാഗ്യവാന്മാർ. നമ്മളൊക്കെ ശരിക്കും പാപം ചെയ്ത് പാപികളായിട്ട് വന്നവരാണ്. അപ്പം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച്, ഭഗവാനെ എനിക്ക് ഭഗവാന്റെ ഇഷ്ടമുള്ള പോലെ ആകണം, എനിക്ക് ഇപ്പോൾ തനിയെ പറ്റത്തില്ല, ഭഗവാന്റെ അനുഗ്രഹം വേണം എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സ്വഭാവത്തിൽ ഓരോ ഘട്ടമായിട്ട് മാറ്റി. അപ്പം നോൺ വെജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പോലെ തന്നെ എല്ലാ കാര്യവും. ഇപ്പം നോൺ വെജ് എന്ന് മാത്രമല്ല, ഭഗവാൻ ഇഷ്ടമുള്ള രീതിയിൽ നമ്മളെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഇതുപോലെ നോൺ വെജിൻ്റെ കാര്യം പറഞ്ഞപ്പം അതിൻ്റെ താഴെ കുറച്ച് പേര് കമൻ്റ് ഇട്ടു, എന്താ പറയുക, ഏതോ ഒരു ചാനലിലുള്ളവരെ കോണ്ടാക്റ്റ് ചെയ്യും, എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യും. പിന്നെ ചിലരാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് എങ്ങനെ നിങ്ങൾക്കതിനെ കഴിക്കാൻ തോന്നുന്നു ഒക്കെ പറഞ്ഞിങ്ങനെ മെസ്സേജ് ഇടുന്നുണ്ട്. അതിപ്പോൾ ദേഷ്യത്തോടാണോ സ്നേഹത്തോടാണോ എന്ത് തന്നെ ആയാലും ഞാനത് സ്നേഹത്തോടു കൂടി തന്നെ നന്ദി പറയുകയാണ്, സ്വീകരിക്കുകയാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം എനിക്കറിയാം ആ പറഞ്ഞവർക്കൊക്കെ നല്ല വെജിറ്റേറിയൻ ആയാലുള്ള ഗുണങ്ങളെപ്പറ്റി നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ എനിക്കിങ്ങനെ കമൻ്റ് ഇട്ടത്. അത് ഞാൻ സ്നേഹത്തോടെ തന്നെ സ്വീകരിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്ന അത്രയും തന്നെ അത്ര തന്നെ അറിയത്തില്ലെങ്കിലും എനിക്കും അറിയാം നോൺ വെജ് ആവുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റി എനിക്കും അറിയാം. പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഭിക്ഷക്കാരുടെ കാര്യം പറഞ്ഞ പോലെ മലിനമായി കിടന്ന് ശീലിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഭഗവാന്റെ സഹായത്തോടെ പയ്യെ എന്നെ പോലുള്ളവർ മാറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ എന്തായാലും ഈ ജന്മത്തിൽ വെജിറ്റേറിയൻ ആകുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. കാരണം ഞാൻ ആ ലാസ്റ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞ ശേഷം ഒരു 2 ആഴ്ചയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ബ്രദറും ഫാമിലി ഇവിടെ വന്നു. അപ്പം ലാമ്പ് കറി ഞാൻ വെച്ച് എല്ലാവർക്കും കൊടുത്തു. ഞാൻ കഴിക്കാനിരുന്നപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ പറഞ്ഞു, നമുക്കിത് വേണ്ട. ഞാൻ അന്നേരം തിരിച്ചൊരു ഉത്തരവും പറയുന്നില്ല, ഞാൻ ഞാനത് നിർത്തി. പക്ഷെ അന്ന് ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ഞാനിങ്ങനെ മനസ്സിൽ പറയാണ്, ഭഗവാനെ ഞാൻ നിർത്തി കേട്ടോ, പക്ഷേ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ലാമ്പ് കറി ഉണ്ടാക്കണം. അപ്പം ഞാൻ തന്നെ പറയാം, അതിൻ്റെ പീസ് ഇടുന്നതിന് മുമ്പ് കറിയൊക്കെ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ പീസ് ഇടാം. ഇങ്ങനെയൊക്കെ ഞാൻ മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കാം. ഇവർക്ക് ഞാൻ നിർത്തിയെന്നും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫാമിലിക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങൾ ഞാൻ തന്നെ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആദ്യം ഞാൻ പറഞ്ഞു, എന്നാലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കണമല്ലോ ദൈവമേ, നമ്മൾക്ക് ഒരു സാധനം, നമുക്കൊരു ഭക്ഷണം ഇഷ്ടമല്ല, അത് നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ നമുക്കൊരു മടുപ്പ് തോന്നുമല്ലോ. ഭഗവാനായിട്ട് പറഞ്ഞ് നിർത്തിയൊരു സാധനം നമ്മൾ പിന്നെ കഴിക്കാത്തത് കൊണ്ടായിരിക്കാം നമുക്കത് ഉണ്ടാക്കാനൊരു മടുപ്പ് കാണുമല്ലോ. അപ്പം എനിക്ക് മടുപ്പുണ്ട്,
അപ്പം ഞാനിങ്ങനെ ഭഗവാനോട് പറയാം, ഭഗവാനെ ഇതിപ്പോൾ ഉണ്ടാക്കണമല്ലോ. പിന്നെ ഞാൻ തന്നെ കാരണം കണ്ടുപിടിച്ചു, ഉണ്ടാക്കുവാണെങ്കിൽ സാരമില്ല, പീസ് ഇടുന്നതിന് മുമ്പ് കറിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് എന്നിട്ട് പീസ് ഇടാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടിലുള്ളപ്പോൾ ഉണ്ടാക്കാം, അപ്പോൾ അദ്ദേഹം നോക്കിക്കോളുള്ള ടേസ്റ്റ്. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഒരു വൈകുന്നേരം വിളക്കൊക്കെ കൊളുത്തി ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഹസ്ബൻഡ് ഇങ്ങോട്ട് എൻ്റെ അടുത്തോട്ട് വന്ന് പറയുവാണ്. അതായത് എൻ്റെ ഉള്ളിൽ നടന്ന കാര്യം അവർക്ക് ആർക്കും അറിയത്തില്ല. പക്ഷേ ഹസ്ബൻഡ് എൻ്റെ അടുത്തോട്ട് വന്ന് പറയുകയാണ്, ലക്ഷ്മി എനിക്ക് ലാമ്പ് കഴിക്കാൻ ഇപ്പോൾ എന്തോ ഒരു മടി തോന്നുന്നു, അതുകൊണ്ട് എനിക്കെന്നും പറഞ്ഞ് ഇവിടെ ലാമ്പ് ഉണ്ടാക്കണ്ട, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതിയെന്ന്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഭഗവാനെ കൂട്ടുപിടിച്ചാൽ ഭഗവാനത്ത് നമ്മൾ വേറെ ഒന്നിനും വേണ്ടി അല്ലാതെ, ഞാൻ എപ്പോഴെപ്പോഴും അത് പറയുന്നത് അതുകൊണ്ടാണ്, നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി അല്ലാതെ ആത്മാർത്ഥമായി അദ്ദേഹത്തെ സ്നേഹിച്ച് തുടങ്ങിയാൽ അദ്ദേഹത്തിന് ഇഷ്ടത്തിനുള്ള രീതിയിൽ നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കും. നമ്മുടെ ചുറ്റുമുള്ളവരെയും അതിനനുസരിച്ച് മാറ്റി നമുക്ക് ആ ഒരു വഴി വെട്ടിത്തെളിക്കുക എന്ന് പറയത്തില്ലേ, അതുപോലെ ക്ലിയറാക്കി തരും. അപ്പം ഈ ജന്മത്തിൽ എന്തായാലും ഞാൻ വെജിറ്റേറിയൻ ആകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഓരോ ഭക്തയ്ക്കും എന്താണ് വേണ്ടതെന്ന് ഭഗവാന് നല്ലപോലെ അറിയാം. എനിക്ക് കുറച്ച് മസിൽ വീക്കനിങ് പ്രോബ്ലം ഉണ്ട്. അപ്പം എനിക്ക് പ്ലാന്റ് പ്രോട്ടീൻ മാത്രം കഴിച്ചാൽ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് അതുകൊണ്ട് ഞാൻ ആ ചിക്കൻ, മുട്ട, അത്രയും സാധനങ്ങൾ ഭഗവാൻ അവിടെ നിർത്തിയേക്കുക. പക്ഷേ എനിക്ക് എപ്പോഴാണോ പൂർണ്ണമായും നിർത്തേണ്ട ആവശ്യം വരുന്നത്, ആ സമയത്ത് ഭഗവാൻ എൻ്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാറ്റും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഇതുവരെയുള്ള എൻ്റെ ആ ഒരു ജേർണിയിൽ എനിക്കറിയാം ഭഗവാൻ എന്നെ എങ്ങനെ കൈപിടിച്ച് നടത്തുന്നത്. പിന്നെ ഇതിനകത്തൊരു നോൺ വെജിൻ്റെ വീഡിയോ ഇട്ടപ്പം താഴെ ഒരു കുട്ടി കമൻ്റ് ഇട്ട്, ചേച്ചി ഞാൻ ഭഗവാന്റെ ഭക്തയാണ്, വെജിറ്റേറിയൻ ആണ്. ആ കുട്ടി വെജിറ്റേറിയൻ ഫുഡേ കഴിക്കാറുള്ളൂ, പക്ഷേ 3 വർഷത്തിന് മുമ്പ് അതിനെന്തോ സർജറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി കുറച്ച് എന്തോ ഒരു നോൺ വെജും കൂടെ അതിൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന്. അപ്പം കണ്ടില്ലേ, ഭഗവാന്റെ ഭക്തിയാണ് ആ കുട്ടി. വെജിറ്റേറിയൻ ഫുഡാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ കുട്ടിയുടെ ആരോഗ്യത്തിന് എന്താ ആവശ്യമെന്ന് ഭഗവാൻ അറിയാം. സർജറി കഴിഞ്ഞപ്പം ഇത് ഡോക്ടർ പറഞ്ഞു, അതിനപ്പോൾ അത് കഴിച്ചേ പറ്റൂ. അത് ഭഗവാൻ അറിയാതെ എന്തായാലും അത് നടക്കത്തില്ലല്ലോ. എന്തായാലും അപ്പോൾ ആ കുട്ടി വെജിറ്റേറിയൻ തന്നെ കഴിച്ചുകൊണ്ടിരുന്നാൽ മതിയായിരുന്നെങ്കിൽ ഈ സർജറി ഒന്നും വരത്തില്ലായിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ ആരോഗ്യത്തിന് അത് വേണം, ഇന്നത് വേണം എന്ന് ഭഗവാൻ അറിയാം. നമ്മുടെ ഓരോ ആൾക്കാർക്കും എന്താണ് വേണ്ടതെന്ന് ഭഗവാൻ അറിയാം. പ്രത്യേകിച്ച് ആരോഗ്യത്തിന് വലിയൊരു പ്രാധാന്യമാണ് ഭഗവാൻ കൊടുക്കുന്നത്. ഞാൻ ഭഗവാനെ അറിഞ്ഞു തുടങ്ങിയ സമയത്ത് ഭഗവാനായിട്ട് കാണിച്ചു തന്നൊരു കാര്യമാണ്, നമ്മൾ ഭഗവാനായിട്ട് പറഞ്ഞു തന്ന കാര്യമാണ്, നല്ല രീതിയിൽ ആരോഗ്യം നോക്കുന്ന ഒരാൾക്ക് സ്പിരിച്വാലിറ്റി ലൈഫും ആ ഒരു സ്പിരിച്വാലിറ്റിയും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നല്ല ആരോഗ്യം ഉള്ള ഒരാൾക്ക് നല്ല രീതിയിൽ ആത്മീയമായിട്ടും വളരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഭഗവാൻ. അപ്പം അദ്ദേഹത്തിന് അറിയത്തില്ലേ, ഒരാൾ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചു പെട്ടെന്ന് നോൺ വെജ് ആയെങ്കിൽ അദ്ദേഹം അറിയാതെ അത് കാര്യം നടക്കത്തില്ലല്ലോ. അപ്പം ഞാനിത് ന്യായീകരിക്കുമല്ല, വെജിറ്റേറിയൻ ഫുഡ് ആക്കാൻ പറ്റുന്നത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. ഭഗവാൻ അത് തന്നെയാണ് പ്രിയം. പക്ഷേ അത് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് ഞാൻ മുമ്പേ പറഞ്ഞവർ ഭാഗ്യവാന്മാർ, നല്ല ദൃഢനിശ്ചയമുള്ളവർ. പക്ഷെ നമ്മളെപ്പോലെ ഞാൻ മുമ്പേ പറഞ്ഞ ആ ഭിക്ഷക്കാരുടെ കാര്യം പറഞ്ഞ പോലാണ്, ഇങ്ങനെ ജന്മാന്തരങ്ങളായിട്ട് മലിനപ്പെട്ടിരിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ളവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭഗവാനെ ആശ്രയിക്കുക തന്നെ ചെയ്യുക. എന്നിട്ട് ഭഗവാൻ സഹായിക്കും. ഞാൻ എൻ്റെ ഈ ഒരു ഫുഡിൻ്റെ രീതിയിൽ ഭഗവാൻ എൻ്റെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നത് എനിക്ക് നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭഗവാനെ ആശ്രയിച്ചാൽ മതി, നിങ്ങൾക്കത് സാധിക്കും. വെജിറ്റേറിയൻ ഫുഡിലോട്ട് കംപ്ലീറ്റ്ലി മാറാൻ പറ്റും. പിന്നെ ഇതുപോലെ കമൻ്റ് ഇട്ടവർ ഉടനെ തന്നെ ആ ചാനലിലുള്ളവരെ വിളിക്കൂ, ഉടൻ തന്നെ നിങ്ങൾ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശം തരുമ്പം ഒന്നെങ്കിൽ ഈ പറഞ്ഞവർ എൻ്റെ ആദ്യം തൊട്ടുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ല, ഇല്ലെങ്കിൽ അതിലൊന്നും വിശ്വാസമില്ലായിരിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഞാൻ ആദ്യം തൊട്ട് പറയുന്നുണ്ട്, എന്നെ നയിക്കുന്നത് ഒരു ശക്തിയുണ്ട്, എന്നെ ഗൈഡ് ചെയ്യുന്നൊരു ശക്തിയുണ്ട്. ഞാൻ അദ്ദേഹം പറയുന്ന വഴിയാണ് നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടാണ് സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയിലെ ദേവരാജൻ സാറിൻ്റെയും തിരുനേതൃത്വത്തിലെ ജിനുവിനെയൊക്കെ കോൺടാക്ട് ചെയ്തത്. ഞാൻ അതിന് മുമ്പ് ഒരാളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പോയിട്ടില്ല. ഒരാളുടെ അടുത്ത് ഞാൻ ഈ ലോകം പോലും ഇതൊന്നും അറിയാതെ ഇങ്ങനെ തന്നെ ഞാനും ഭഗവാനുമായിട്ട് പോയേനെ. പക്ഷേ ഭഗവാൻ പറഞ്ഞ സമയത്ത് മാത്രമാണ് ഞാൻ ഇവരെല്ലാം കോൺടാക്ട് ചെയ്യുക. അപ്പം നിങ്ങൾ പറഞ്ഞ ആ ചാനലിലുള്ളവരെ കോൺടാക്ട് ചെയ്യാൻ ഭഗവാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഞാൻ അവരെ കോൺടാക്ട് ചെയ്യും. പക്ഷെ അതല്ലാതെ എനിക്കൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ ഭഗവാന്റെ അനുവാദം ഇല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പറഞ്ഞു തന്നതിൽ നന്ദി. പക്ഷേ ഇതാണ് എൻ്റെ കാര്യം.
നമ്മളിപ്പോൾ അങ്ങനെ ഫോഴ്സ് ചെയ്ത് എന്ത് കാര്യവും ഇപ്പോൾ ഈ ഭഗവാന് വേണ്ടി ആണെന്നും പറഞ്ഞ് ഒരാളെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചാലും അത് ശാശ്വതമായിട്ട് നിൽക്കത്തില്ല. ഭഗവാനെ ആശ്രയിക്കുന്ന ഒരാൾക്ക് ഭഗവാൻ തന്നെ ഗൈഡൻസ് കൊടുത്ത് ഭഗവാൻ തന്നെ അത് നിയന്ത്രിച്ച് കൊണ്ടുവന്നോളും. ഒരു അമ്മയെ കണ്ടു, അപ്പോൾ അവരിങ്ങനെ വെജിറ്റേറിയനാണ് അവർ. അപ്പം അവരിങ്ങനെ എൻ്റെ ഇങ്ങനത്തെ കൃഷ്ണഭക്തയാന്നൊക്കെ കൃഷ്ണഭക്തയാണെന്നും എനിക്ക് പറയാൻ യാതൊരു അവകാശവും ഇല്ല. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭക്തർക്കുള്ള ഒരു ക്വാളിറ്റി എനിക്കില്ല. ഞാൻ ഭഗവാനെ ആരാധിക്കുന്ന ഒരാൾ. ദൂരെ നിന്ന് അല്ല സുഗതകുമാരി ടീച്ചറിൻ്റെ കാര്യം അവരുടെ ആ കവിതയ്ക്കകത്ത് പറയുന്നില്ലേ, ഞാൻ ഒരുങ്ങി വന്നിട്ടില്ല, ഞാൻ ഒരു വെള്ളം എടുക്കാൻ എന്താ ഒരു കവിതയുണ്ടല്ലോ അതിനകത്ത്, ഒരു കുടം വെള്ളം എടുക്കാൻ ഭഗവാന്റെ മുമ്പിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ മറ്റ് ഗോപികന്മാരെ പോലെ ഒന്നും ഞാൻ ഭഗവാന്റെ അടുത്ത് ചെന്നിട്ടില്ല, പക്ഷേ മാറി നിന്ന് എന്താ പറയുക, മാറി നിന്ന് ഭക്തിപൂർവ്വം നോക്കുക, സ്നേഹത്തോടെ നോക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ കാര്യം അങ്ങനെ പോലും പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എത്രയും വെറുത്ത ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് ഈ ഒരു ഭഗവാനോട് എന്ത് കണ്ടിട്ടാണ് ഭഗവാൻ എന്നെ സ്നേഹിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും അറിയത്തില്ല. പക്ഷേ ഞാൻ അങ്ങനത്തെ അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള ആരാധികയെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാനൊരു ഭക്തയേ അല്ല. പക്ഷേ അവരിങ്ങനെ പറഞ്ഞു, വലിയ കൃഷ്ണഭക്തയായിട്ട് നിങ്ങൾ നോൺ വെജ് ആണല്ലോ കഴിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ തിരിച്ച് ആ അമ്മയോട് ചോദിച്ചു, അമ്മ അപ്പോൾ ജനിച്ചപ്പോൾ തൊട്ടേ വെജിറ്റേറിയനായിരുന്നു? അല്ല, ഞാനൊരു 4-5 വർഷമായിട്ടേ ഉള്ളൂ വെജിറ്റേറിയനായത്. പക്ഷേ അവരുടെ സംസാരം പരിഹാസ രീതിയായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയുള്ളവരോടും ഞാൻ പറയാം, നമ്മുടെ ഈ പണ്ടൊക്കെ വീടുകളിൽ മുത്തശ്ശിമാരുണ്ടെങ്കിലേ, ഈ പുതിയ തലമുറകൾ പുതിയതായിട്ട് ഒരു കുഞ്ഞ് ആദ്യമായിട്ട് ഒരു പെൺകുട്ടി ആദ്യമായിട്ട് പീരിയഡ്സ് ആകുമ്പം ഒരു 100 കൂട്ടം അവിടെ തൊട്ടാ പ്രശ്നം, ഇവിടെ തൊട്ടാ പ്രശ്നം, അശുദ്ധമാക്കി ആകെ ബഹളമായിരിക്കും അല്ലേ. അവർക്ക് മുത്തശ്ശിമാർക്ക് അവരുടെ ആ കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ, ഈ മുത്തശ്ശിക്ക് പീരിയഡ്സ് വന്നിട്ടേ ഇല്ല, പിന്നെ ഇതെന്തോ വലിയൊരു സംഭവമാണ്. ആ കുട്ടിയെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ആ അങ്ങനെയുള്ളൊരു മുത്തശ്ശിമാരുടെ വീട്ടിൽ അങ്ങനെ അല്ലേ, അങ്ങനെയുള്ള കുട്ടികൾ അനുഭവിക്കുന്നത്. എന്നെ തൊട്ടശുദ്ധമാക്കി, അല്ലെ അവിടെ തൊട്ടശുദ്ധമാക്കി, ഇരുന്നാ പ്രശ്നം, നിന്നാ പ്രശ്നം, ആകെ പ്രശ്നം. പക്ഷേ ഇവരും ആ ഒരു സ്റ്റേറ്റിലൂടെയൊക്കെ കടന്നു പോയതാണെന്ന് അവരൊന്ന് ആലോചിച്ച് ആ കുട്ടിയെ ചേർത്ത് പിടിച്ച്, ഇതൊന്നും ഭയക്കാനുള്ള കാര്യമല്ല, ഇതെല്ലാ പെൺകുട്ടികൾക്കും വരുന്നതാണ്, ഇന്നതൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കൂടെ നിർത്തുന്നതിന് അവർ ഇത്രയും ഭയപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ഒരു കളിയാക്കുന്നു. അതുപോലെ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ അമ്മ പറഞ്ഞപ്പോൾ എനിക്കും തോന്നിയത്. എന്താ, അമ്മ 5 വർഷമായിട്ടുള്ളൂ, ഞാനും പതുക്കെ വന്നോളൂ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് സ്നേഹത്തോടെ പറയുന്നതിന് ഓരോ കളിയാക്കിയാണ്. നിങ്ങൾ വലിയ കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാവരും ഒരുപോലല്ല. എങ്ങനെ എല്ലാവരും ഒരുപോലെ ആണെങ്കിൽ ലോകത്തുള്ള എല്ലാം ഒരുപോലെ വരണ്ടേ? ഈ ഏറ്റവും കൂടുതൽ വെറൈറ്റി ഉള്ളത് ഈ എർത്തിലല്ല, ഈ ഭൂമിയിൽ. എന്തും ഒരേപോലാണോ ഏതെങ്കിലും ഒരു ജീവി? ഒരേപോലെ ഇപ്പം പക്ഷികളിൽ പോലും ഒരേ ഇനത്തിൽ പല പല സ്വഭാവങ്ങൾ, മനുഷ്യരിൽ പോലും അങ്ങനെ. എന്താ അതിന് പറയുന്നത്? വൈവിധ്യം അല്ലെ വെറൈറ്റി അല്ലേ? വൈവിധ്യം എന്നാണെന്ന് തോന്നുന്നു കറക്റ്റ് വേർഡ് മലയാളത്തിൽ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്തുമാത്രം വൈവിധ്യമാണ് അല്ലെ വെറൈറ്റി ഐറ്റംസാണ് ഈ ഭൂമിയിലുള്ളത് അല്ലേ. പക്ഷേ ഇതിനെല്ലാം ഭഗവാൻ സ്വീകരിക്കുന്നുണ്ടല്ലേ. 2 കൈ നീട്ടി സ്വീകരിക്കും. ഭഗവാൻ അറിയാതെ ഒരു വെറൈറ്റിയും ഈ ഭൂമിയിൽ ഉണ്ടാകുന്നില്ല. അപ്പം ഭഗവാൻ അറിയാമല്ലോ എന്താ പറയുക, മനുഷ്യരിലും ഇതുപോലെ പല പല സ്വഭാവങ്ങൾ, പല പല വെറൈറ്റി ആയിട്ടുള്ള. അപ്പോൾ ആ ഓരോ വെറൈറ്റിയിലുള്ളവരെയും ഭഗവാന്റെ രീതിയിൽ ഇപ്പം എന്താ പറയുക, ഞാൻ പറയാം, ഒരു ക്ലാസ്സിൽ 100 കുട്ടികളുണ്ട്. 100 കുട്ടികളുടെയും സ്വഭാവം ഒരുപോലല്ല, 100 കുട്ടികളുടെയും ബുദ്ധിയും ഒരുപോലല്ല. അപ്പം ഒരു നല്ലൊരു ടീച്ചറാണെങ്കിൽ ഈ 100 കുട്ടികളുടെ അടുത്തും ഓരോ കുട്ടിയുടെ അടുത്തും നിൽക്കേണ്ട അവൻ്റെ ലെവലിലോട്ട് ഇറങ്ങി വന്ന് അവനെ കൈ പിടിച്ച് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരും അല്ലേ, ഉയർച്ചയിലോട്ട് കൊണ്ടുവരും. അത് തന്നെ ഭഗവാനും ചെയ്യുന്നത്. ഇത്രയും വൈവിധ്യമാർന്ന ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെ അടുത്തും ഭഗവാനുണ്ട്, ഭഗവാന്റെ പ്രസൻസ് ഉണ്ട്. പക്ഷേ ആ ഓരോ ആത്മാവിൻ്റെയും ലെവലിനനുസരിച്ചാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ എന്നെ പോലുള്ള ഒരാളുടെ അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര വലിയ വലിയ വേദങ്ങളും കാര്യങ്ങളും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ എൻ്റെ ലെവലിലോട്ട് ഇറങ്ങി വരും ഭഗവാൻ. അങ്ങനെയാണ് ഓരോരുത്തരടുത്തും. ഇപ്പം ഞാൻ പറയാം, മേൽപ്പത്തൂർ, പൂന്താനം, അതിൻ്റെ താഴെ ഉള്ളവർ, അങ്ങനെ ഓരോ ലെവലും ഉണ്ടല്ലോ.
ദൈവിക കാര്യങ്ങൾ, ആത്മീയ വളർച്ചയിൽ ഓരോ ലെവലിലുള്ളതാണ്. അപ്പം ഭഗവാൻ ഏത് 10 ഞാൻ പറഞ്ഞ 100 കുട്ടികളുടെ അടുത്ത് നിൽക്കുന്ന 100 വിധത്തിലാണെങ്കിൽ ഭഗവാന്റെ ഭക്തർ 100 പേരുണ്ടല്ലേ, 1000 ഉണ്ട്, ലക്ഷങ്ങളുണ്ട്, അത്രയും ആളുകളുടെ അടുത്തും അത്രയും വൈവിധ്യത്തിൽ തന്നെ ആയിരിക്കും ഭഗവാൻ, ആ ഒരു വെറൈറ്റി തന്നെ ഭഗവാൻ നിൽക്കും. എന്നിട്ട് ഇത്രയും പേരെയും കൊണ്ടുവരുന്ന ഒരു പോയിന്റിലോട്ടാണ് അല്ലേ. ഞാൻ പറയുന്നത് എന്തുമാത്രം മനസ്സിലാവാൻ നടത്തില്ല, എനിക്ക് വലിയ വലിയ കാര്യം അറിയത്തില്ല. എനിക്ക് ഈ പറയുന്ന എല്ലാം ഭഗവാൻ പറഞ്ഞു തരുന്നതാണ്, എൻ്റെ ഉള്ളിലിരുന്ന് ഭഗവാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്ക് എന്തുമാത്രം നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് വെറൈറ്റി ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വെറൈറ്റി സൃഷ്ടികളുണ്ട്. പക്ഷെ ഇതെല്ലാത്തിനെയും ഭഗവാൻ ആ ഓരോ ജീവിയുടെയും സ്റ്റാൻഡേർഡിലോട്ട് ഇറങ്ങി വന്ന് പല പല രൂപങ്ങൾ, പല പല ഭാവങ്ങൾ ഭഗവാൻ അവരോട് ഒപ്പം നിന്ന് അവരെ മുൻകൈ ഇങ്ങനെ തള്ളി തള്ളി പുഷ് ചെയ്ത് ആ ഒരൊറ്റ പോയിന്റിലോട്ട് എത്തിക്കുന്നത്. എല്ലാവരും ആ ഒരു പോയിന്റിൽ തന്നെ വരത്തുള്ളൂ. അതായത് ഞാൻ എങ്ങനെ വന്നാലും ഭഗവാൻ എന്നുള്ള പോയിന്റിലെത്തും, ഭഗവാൻ ആഗ്രഹിക്കുന്ന ലെവലിൽ തന്നെ എത്തും. അപ്പോൾ ചിലപ്പോൾ എന്നേക്കാൾ മേളിലുള്ള ആളുകളും ഇവരെല്ലാം എത്തുന്നത് ആ ഒറ്റ പോയിന്റില്ല, ആ ദൈവിക ശക്തിയിൽ തന്നെ വന്നെത്തത്തുള്ളൂ. അതിപ്പോൾ കുറച്ച് താമസിച്ച് വരുന്നവരും ഉണ്ട്, കുറച്ച് നേരത്തെ വരുന്നവരും, അതൊക്കെ ആ ഒരു നമ്മുടെ ആ സമയം അനുസരിച്ചായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, അതുകൊണ്ട് ആരെയും ഫോഴ്സ് ചെയ്യിപ്പിക്കേണ്ട, വാശി പിടിക്കേണ്ട. എല്ലാവരും പക്ഷെ ആ ഒരു ഭഗവാന്റെ അടുത്ത് തന്നെ എത്തും. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമുക്കാകെ വേണ്ട ഭഗവാനെ സ്നേഹിക്കാനുള്ള മനസ്സ് മാത്രം മതി. ഭഗവാൻ മാറ്റിയെടുത്ത് കൊണ്ടേയിരിക്കും. ഈ എന്താ പറയുക, ഈ ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാക്കുന്ന, മണ്ണ് കുഴച്ച് ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ മുമ്പിലോട്ട് എവിടെ നിന്നൊക്കെ ആയിരിക്കും ചെളി വരുന്നതല്ലേ, ആ നല്ല ഇങ്ങനെ ചട്ടികളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അവരുടെ മുമ്പിൽ അവരുടെ അടുത്തോട്ട് എന്തുമാത്രം ഇങ്ങനെ ആ മണ്ണാണ് വരുന്നതല്ലേ, അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അദ്ദേഹം നോക്കാറില്ല അല്ലേ. ചിലപ്പം സെമിത്തേരിയിൽ നിന്നാവാം, ചിലപ്പം നല്ല പൂന്തോട്ടത്തിൽ നിന്നാവാം, എവിടെ നിന്നായാലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വൺസ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അതിനെ ചവിട്ടി നല്ല മയപ്പെടുത്തി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ചെടിച്ചട്ടിയായിട്ട് മാറ്റും, അല്ലെങ്കിൽ പല പല ചട്ടികളായിട്ട് മാറ്റും. അതുപോലെ തന്നെയാണ് ഭഗവാൻ. എന്ത് വെറൈറ്റിയിലുള്ള ഏതിനത്തെയും ഭഗവാൻ സ്വീകരിക്കും. ഒരു പെർഫെക്ഷനും അദ്ദേഹം നോക്കുന്നില്ല. നീ ഇംപെർഫെക്റ്റ് ആണോ, ഞാൻ ശുദ്ധിയും അശുദ്ധിയുമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് നീ ഇംപെർഫെക്റ്റ് ആണോ, നീ എങ്ങനാണോ അതുപോലെ ഞാൻ സ്വീകരിക്കും. എന്നിട്ട് ഞാനതിനെ മണ്ണ് ചവിട്ടി മെതിച്ച് മയപ്പെടുത്തി എൻ്റെ ഇഷ്ടത്തിനുള്ള ചട്ടി പോലെ ആക്കിയെടുക്കും ഭഗവാൻ. അതുകൊണ്ട് എന്നോട് ചോദിച്ചവരൊക്കെ ഉണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്താൽ ആ ഭഗവാന്റെ ഭക്തിയാവുക, അല്ലെ ഞാൻ എന്ത് ചെയ്താലേ ഭഗവാന്റെ ശ്രദ്ധ. ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഭഗവാനെ സ്നേഹിക്കുക, അത് മാത്രം ചെയ്താൽ മതി. ബാക്കി ഭഗവാൻ ഇഷ്ടമുള്ള രീതിയിലാക്കി എടുത്തോളും. അപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടിക്കാണുമല്ലോ അല്ലേ. നിങ്ങൾ സ്നേഹിക്കുക, അത് മാത്രം മതി. മനസ്സറിഞ്ഞ് സ്നേഹിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട.